നമ്മളിന്ന് നവംബർ മാസത്തിലെ 21 മുതൽ 30 വരെയുള്ള പ്രത്യേകതകളാണ് നോക്കുന്നത്. നവംബർ 21-ന് 3 പ്രത്യേകതകളാണ്. വേൾഡ് ടെലിവിഷൻ ഡേ, വേൾഡ് ഫിഷറീസ് ഡേ, വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ്. അപ്പോൾ 3 പ്രത്യേകത: വേൾഡ് ടെലിവിഷൻ ഡേ, വേൾഡ് ഫിഷറീസ് ഡേ, വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ്. അങ്ങനെ 3 പ്രത്യേകത കേട്ടോ. ടെലിവിഷൻ്റെയും ഫിഷറീസിൻ്റെയും റോഡ് ട്രാഫിക് വിക്ടിംസിൻ്റെയും ഡേ ആണ് നവംബർ 21. നവംബർ 23 ഫിബിനോക്കി ഡേ. 25 ഫിബിനോക്കി എന്ന് പറഞ്ഞ ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശ്രേണിയാണ് 1, 1, 2, 3 തുടങ്ങിയ ശ്രേണി. തൊട്ടടുത്തുള്ള 2 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നമുക്ക് ശ്രേണിയിലെ മറ്റ് അംഗങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ആ ശ്രേണിയുടെ നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ഈ ഡേ വന്നിട്ടുള്ളത്. ആദ്യത്തെ 1, 1, 11, 23, അതായത് 11-ാം മാസം 23-ാം തീയതി. അങ്ങനെ ആലോചിക്കാം. ഫിബിനോക്കി ഡേ. 2025 ഇൻ്റർനാഷണൽ ഡേ ഓഫ് എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. നവംബർ 25-ൻ്റെ പ്രത്യേകത ഇൻ്റർനാഷണൽ ഡേ ഓഫ് എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. നവംബർ 26-ൻ്റെ പ്രത്യേകതയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യയും നാഷണൽ മിൽക്ക് ഡേയും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യയും നാഷണൽ മിൽക്ക് ഡേയും നവംബർ 26. നവംബർ 28 റെഡ് പ്ലാനറ്റ് ഡേ. നവംബർ 28 റെഡ് പ്ലാനറ്റ് ഡേ. 29 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പാലസ്റ്റീൻ പീപ്പിൾ. നവംബർ 29-ൻ്റെ പ്രത്യേകത ഇൻ്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് പാലസ്റ്റീൻ പീപ്പിൾ. നവംബർ 30-ൻ്റെ പ്രത്യേകതയാണ് കെമിക്കൽ വാർഫെയർ ഡേ അല്ലെങ്കിൽ ഫ്ലാഗ് ഡേ. അപ്പോൾ നവംബർ 30-ന് 2 പ്രത്യേകത: കെമിക്കൽ വാർഫെയർ ഡേയും ഫ്ലാഗ് ഡേയും. ഒന്നുകൂടെ പറയാം. നവംബർ 21 മുതൽ 30 വരെയുള്ള പ്രത്യേകത: 21 വേൾഡ് ടെലിവിഷൻ ഡേ, വേൾഡ് ഫിഷറീസ് ഡേ, വേൾഡ് ഡേ ഫോർ റിമംബറൻസ് ഓഫ് റോഡ് ട്രാഫിക് വിക്ടിംസ്. 23 ഫിബിനോക്കി ഡേ. 25 ഇൻ്റർനാഷണൽ ഡേ ഓഫ് എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ. 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ, നാഷണൽ മിൽക്ക് ഡേ. 28 റെഡ് പ്ലാനറ്റ് ഡേ. 28 റെഡ് പ്ലാനറ്റ് ഡേ. 29 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് പാലസ്റ്റീൻ പീപ്പിൾ. 30 കെമിക്കൽ വാർഫെയർ ഡേയും ഫ്ലാഗ് ഡേയും. ഓക്കെ.